നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത് തീർക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്ത് തീർത്തതിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേർന്നതിലുള്ള ഒക്കെ ഒരു സന്തോഷത്തിൽ, സംതൃപ്തിയിൽ, ആത്മവിശ്വാസത്തിലൊക്കെ ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു ജോലി, ഒരു വീട്, ഇതൊക്കെ പലർക്കും ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വാക്കുകളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വന്ന് ചേർന്ന സന്തോഷത്തിലും സംതൃപ്തിയിലും നിങ്ങളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ വളരെയധികം ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇരുണ്ട കാലം കഴിഞ്ഞ് പ്രകാശം പലരുടെയും ജീവിതത്തിലേക്ക് ഈ ഒരു സമയം വന്നെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് സങ്കടം, ആശങ്ക, ഭയം ഇവയൊക്കെ കുറഞ്ഞ് അവിടെ ആത്മവിശ്വാസം ഈ ഒരു സമയം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും കുറച്ച് കാലമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാമുള്ളത്. അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിലെ തെറ്റിദ്ധാരണകൾ, അതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന, മനഃപൂർവ്വം നിങ്ങളെ ദ്രോഹിക്കുന്ന ഒക്കെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം പലരും കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ നിലവിലെ അത്തരം സാഹചര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറിത്തുടങ്ങും എന്ന്. ഇവിടെ ഭാഗ്യം, ദൈവാനുഗ്രഹം ഇവയൊക്കെ നിങ്ങളിലേക്ക് കടന്ന് വരുന്നുണ്ട്. ഇവിടെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മാറ്റത്തിലേക്ക് തന്നെയാണ് പ്രപഞ്ചം നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നല്ല സമയം തുടങ്ങാൻ പോകുന്നതിൻ്റെ വളരെ നല്ല ഒരു സൂചന തന്നെയാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ചില എതിർപ്പുകൾ, തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളെടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു തീരുമാനത്തെ പലരും എതിർക്കുന്നതാവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാവാം അത്തരം എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെടുത്ത ഒരു തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് സംഭവിക്കുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടോ അസൂയ കൊണ്ടോ ഒക്കെ ആയിരിക്കാം അത്തരം എതിർപ്പുകൾ അവർ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, അത്തരം തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എതിർപ്പുകളുമൊക്കെ നിങ്ങളെ കൂടുതൽ ശക്തരാക്കി മാറ്റും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ തീരുമാനത്തെ പലരും എതിർക്കുമ്പോൾ അവർക്ക് മുന്നിൽ ആ ഒരു തീരുമാനത്തെ എങ്ങനെയും നടപ്പിലാക്കാനുള്ള ഒരു വാശിയും ആവേശവുമൊക്കെ നിങ്ങളിൽ ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങളെ എതിർക്കുന്നവരോട് തിരിച്ചും എതിർത്ത് നിൽക്കാതെ ശാന്തമായിട്ട് നിങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കഴിവുകളെയും ശക്തിയെയും ഒക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക എന്ന്. നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ആ ഒരു കഴിവും ശക്തിയുമൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന മറ്റൊരു സന്ദേശമായിട്ട് കാണുന്നത്, ചില കൊടുക്കൽ വാങ്ങലുകൾ ഈ ഒരു സമയം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ സാമ്പത്തികം മാത്രമല്ല,
സ്നേഹമായാലും മറ്റ് പല സഹായങ്ങളായാലും അവയൊക്കെ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് സ്വീകരിക്കുമ്പോൾ അവിടെ വളരെയധികം ശ്രദ്ധിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പലതും കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി ജീവിക്കാനായിട്ട് എപ്പോഴും മനസ്സ് കാണിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത്. എന്നാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നത് പോലെ തിരികെ നിങ്ങളെ കേൾക്കാനും നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാനുമൊക്കെ തയ്യാറാവുന്ന ആളുകളുമായിട്ട് ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മനസ്സ് തുറന്ന് സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനും മനസ്സറിഞ്ഞ് സന്തോഷിക്കാനുമുള്ള ഒരു എനർജി നിങ്ങളിലിപ്പോൾ ശക്തമായിട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലർക്കും സത്യസന്ധമായിട്ടുള്ള ബന്ധങ്ങൾ ലഭിക്കുന്നുണ്ട്. ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ട് സാധിക്കുന്ന, നിങ്ങളെ അംഗീകരിക്കുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതൊരു പക്ഷേ പ്രണയബന്ധമായിരിക്കാം, അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ആത്മബന്ധം തോന്നുന്ന തരത്തിലുള്ള സൗഹൃദമായിരിക്കാം. എന്തായാലും അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത്. കൂടാതെ മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞ് കൊടുക്കാനും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് അവരെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനുമൊക്കെ കഴിയുന്ന ആ ഒരു തലത്തിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നിർത്തിവെച്ചിട്ടുള്ള പല കാര്യങ്ങളും വീണ്ടും തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കടന്നു വന്ന വഴിയിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെയുമൊക്കെ ഇപ്പോഴും ആരെങ്കിലുമൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.